ഉണ്ണിയമ്മേ കുമ്പടി വന്നു. താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നാണ്, മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ അന്ത്യക്രിസ്തുവിന്റെ ഇന്ത്യ അല്ല, കുതന്ത്രത്തിന്റെ ഇന്ദ്രാണ്. അക്ഷരത്തെറ്റാണ്, സ്വാഭാവികമാണ്, അത് തിരുത്തണം താങ്കൾ. പക്ഷേ അത് ക്രിമിനൽ കൃത്യങ്ങൾ ഗൂഢാലോചന നടത്താനുള്ള ലൈസൻസ് അല്ല. സത്യം KSU നേതാവിന്റെ സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമായതിനാൽ ഇപ്പോൾ സംഭവ ദിവസത്തെ കോൾ വിവരങ്ങൾ മാത്രം പുറത്തുവിടുന്നു, ബാക്കി വിവരങ്ങൾ പിന്നീട്. ഈ CDR താങ്കൾ കിട്ടിയത് എവിടെ നിന്നാണ് ശ്രീ K. സരൺകുമാർ? അത് ഉത്തരം പറ. അത് സാധാരണ മാധ്യമപ്രവർത്തകർ സോഴ്സ് വെളിപ്പെടുത്താറില്ലല്ലോ. ഞാനും പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു മാധ്യമ പ്രവർത്തകനാണ്. സോഴ്സ് ചോദിക്കുന്നത് പ്രൊഫഷന്റെ ഭാഗമായി അഭിഭാഷകനാണ്, മാധ്യമപ്രവർത്തകനുമാണെന്ന് വെച്ചോളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് ഒരു നിയമപരമായ കാര്യം ചോദിച്ചോട്ടെ. പോലീസിന്റെ പക്കലുള്ള CDR ചോർത്തുന്ന നിയമവിരുദ്ധമാണോ ശ്രീ K. സരൺകുമാർ? എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. നിങ്ങൾ സോഴ്സ് ചോദിക്കരുത് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ, അത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ആണെന്ന് വിചാരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്നോട് സോഴ്സ് ചോദിക്കുന്നതിന്റെ അധാർമികത ആദ്യം ചൂണ്ടിക്കാണിക്കട്ടെ. താങ്കൾ പോലീസ് സ്റ്റേഷനിൽ കയറി മോട്ടിച്ചോ, കോടതിയിൽ കയറി മോട്ടിച്ചോ? താങ്കൾ പോലീസ് സ്റ്റേഷനിൽ കയറി മോട്ടിച്ചോ, കോടതിയിൽ കയറി മോട്ടിച്ചോ? എങ്ങനെ കിട്ടി നിങ്ങൾ ഇങ്ങനെ ഈ നിയമവിരുദ്ധ സാധനം? നിങ്ങൾക്ക് എങ്ങനെ കിട്ടി ശ്രീ K. സരൺകുമാർ? അല്ല, അതൊക്കെ താങ്കളുടെ പണിയാ. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. പിന്നെ എവിടെ കിട്ടിയെന്ന് പറ. താങ്കളുടെ പണിയാണ്. താങ്കൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എവിടെ കിട്ടിയെന്ന് പറ. താങ്കൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എവിടെ നിന്ന് കിട്ടിയെന്ന് ഒറ്റ വാക്ക് പറ. കോടതിയിൽ നിന്ന് കിട്ടിയോ? ചോദിക്കട്ടെ, എന്തിനാ നിങ്ങൾ ഇത്ര ഭയപ്പെടുന്നത്? കോടതിയിൽ നിന്ന് കിട്ടിയോ? ആർക്ക് പേടിയെന്ന്? ആർക്ക് പേടി? ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഭാഗമായി പോസ്റ്റ് ചെയ്തിരിക്കുന്ന പറയൂ. അല്ല, ഇത് നിങ്ങൾ ചർച്ച നടത്താനാണോ ഇന്ന് വിളിച്ചിരിക്കുന്നത്? ഉണ്ടാക്കാനാണോ? തയ്യാറാണ്. അതായത് ഞാൻ എന്റെ പോസ്റ്റിന്റെ ഭാഗമായി പോസ്റ്റ് ചെയ്തിരിക്കുന്ന കോൾ ഷീറ്റ്, ആ കോൾ ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കോള് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകയുടെ ഫോണിലേക്കോ ആ ഫോണിൽ നിന്ന് പോയതോ അല്ല എന്ന് നിങ്ങൾക്ക് കേസില്ലല്ലോ. കേസില്ല എന്ന് മാത്രമേ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടെന്ന് പറയല്ലേ? സർ, കേസില്ല എന്ന് മാത്രം വിളിച്ചു എന്ന് ഞങ്ങൾ പറയുകയല്ലേ? ശ്രീ K. സരൺകുമാർ പണ്ട് ഇതൊരു നടക്ക് പോണ മാതിരില്ല. ശ്രീ K. സരൺകുമാർ പണ്ട് പല മാധ്യമപ്രവർത്തനം വിളിച്ചതുപോലെ, SFIക്കാർ വിളിക്കുന്നത് പോലെ, ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുമ്പോൾ അവിടെ പാളയം സംസമിന് മുന്നിലാണെന്ന് SFI സംസ്ഥാന നേതാക്കൾ പറയുന്നത് പോലെ, ജനറൽ ഹോസ്പിറ്റലിന് മുന്നിൽ ഞങ്ങൾ കരിങ്കൊടി കാണിക്കുന്നത് വരണേ എന്ന് SFI ജില്ലാ നേതാക്കൾ പറയുന്നത് പോലെ വിളിച്ചിട്ടുണ്ട് KSUക്കാർ. ഞങ്ങൾ ഇല്ലെന്ന് പറയുന്നില്ല. എന്റെ ചോദ്യം അതായിരുന്നില്ല. എന്റെ ചോദ്യം, പോലീസ് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട, കോടതിയിൽ അതിന്റെ പ്രൊസീജിയർ കഴിയും വരെ പബ്ലിക് ഡൊമൈൻ അല്ലാത്ത ഒന്ന് വക്കീലോത്തെടുത്ത് താങ്കളുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? ധൈര്യമുണ്ടെങ്കിൽ പറയാം ശ്രീ K. സരൺകുമാർ. ഇല്ല, ഞാൻ കേസ് വിട്ടു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഒരു ധൈര്യക്കുറവുമില്ല. അതായത് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന രേഖകൾ, ആ രേഖകൾ പബ്ലിക് ഡോക്യുമെന്റ് തന്നെയാണ്. അല്ല സാർ, ഇത് പ്രതിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കൊടുത്താൽ കിട്ടും. ഇല്ല സാർ, അത് പ്രതിക്ക് കിട്ടിയിട്ടില്ല. അത് പ്രതിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഒരു കക്ഷിയോ അല്ലാത്ത പുറത്തേക്ക് താങ്കൾക്ക് കിട്ടുന്നത്? നിങ്ങളെ ആശങ്കപ്പെടേണ്ട, പ്രതിക്ക് സമൻസ് കിട്ടും, പ്രതിക്ക് വിവരങ്ങൾ കിട്ടും. ആ സമയത്ത് പ്രതിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കോപ്പിക്ക് അപേക്ഷ കൊടുത്താൽ കിട്ടും. താങ്കൾക്ക് വേണമെങ്കിലും 10 ഫോൺ കോൾ വെച്ചിട്ട് മൂക്കി കയറ്റുമെന്നാണോ അരുണിന്റെ വിരട്ടൽ? CPM-ന്റെ വിരട്ടൽ, സർക്കാരിന്റെ വിരട്ടൽ? പോയി പണി നോക്കാരുണേ. അല്ല, ഞാൻ അങ്ങനെ വരട്ടില്ലല്ലോ. അല്ല, ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. താങ്കൾ അപേക്ഷ കൊടുത്തെടുത്താണോ? എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? അല്ല, താങ്കൾ അപേക്ഷ കൊടുത്തെടുത്താണോ? താങ്കൾ അപേക്ഷ കൊടുത്തെടുത്താണോ? നിങ്ങൾ എന്തിനാ അത്ര വിറക്കണത്? എന്തിനാ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. CDR അപേക്ഷ കൊടുത്തെടുത്തതാണോ അരുണേ? നിയമവിരുദ്ധ പണി നടത്തിയ അഭിഭാഷകന്റെ വേഷപ്പെട്ടിരിക്കാൻ നാണമുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, നാണമുണ്ടോ അഭിഭാഷകന്റെ പണി നടത്താൻ? നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അഭ്യാസം കയ്യിലിരുന്നാ മതി. അല്ല, എനിക്ക് എന്റെ അഭിഭാഷക വൃത്തിക്ക് താങ്കളുടെ ലൈസൻസ് വേണ്ട. അപേക്ഷ കൊടുത്താണോ CDR എടുത്ത്? സത്യം, ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. അപേക്ഷ കൊടുത്താണോ അരുൺകുമാർ CDR എടുത്തത്? അപേക്ഷ കൊടുത്താണോ താങ്കൾ ആ CDR എടുത്തത്? അപേക്ഷ കൊടുത്താണോ കോടതിയിൽ നിന്ന് താങ്കൾ ആ CDR എടുത്തത് അരുൺകുമാർ? ഞാൻ പറയട്ടെ, അത് പറയേണ്ട സ്ഥലത്ത് ഞാൻ പറഞ്ഞോളാം. എന്റെ രേഖകളും എന്റെ അപേക്ഷകളും ആ പോകേണ്ടടുത്ത് പോയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ താങ്കൾ ഇങ്ങനെ തർക്കിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചർച്ച. പോകാം, ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അരുൺകുമാർ അപേക്ഷ കൊടുത്തിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു, ഏറ്റെടുക്കുന്നോ? അരുൺകുമാർ അപേക്ഷ കൊടുത്തിട്ടില്ല, ഞാൻ വെല്ലുവിളിക്കുന്നു, ഏറ്റെടുക്കുന്നോ? എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. നിങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു.
അപേക്ഷ കൊടുത്തോ അരുൺകുമാർ? എന്നാ അപേക്ഷ കാണിക്ക്. അതിന്റെ അപ്പുറത്തുള്ള വെല്ലുവിളിച്ചാലും വെല്ലുവിളി ഏറ്റെടുക്കും. അപേക്ഷ കാണിക്ക്. വെല്ലുവിളി ഏറ്റെടുക്കും. അല്ല, ഒച്ചെടുക്കില്ല. നമുക്ക് ഇവൻ നമ്മൾ നാണം കെടുത്തുന്നോണ കേട്ടാ. സർട്ടിഫൈഡ് കോപ്പിയാണോ സാർ എടുത്തത്? എടുത്ത സർട്ടിഫൈഡ് കോപ്പിയാണെങ്കിൽ താങ്കൾ എടുത്തത് സർട്ടിഫൈഡ് കോപ്പിയാണെങ്കിൽ ഊരും പേരും ഇല്ലാത്തൊരു CDR എന്തിനാണെന്ന് FB യിൽ ഇടുന്നത്? താങ്കൾ കോടതിയിൽ നീട്ടി സർട്ടിഫൈഡ് കോപ്പി ഇടാമല്ലോ. ഊരും പേരും ഇല്ലാത്ത സൈബർ ലിങ്കിന് ഒരു മാധ്യമപ്രവർത്തകയെ എറിഞ്ഞു കൊടുക്കുന്ന ഈ ഉടായ്പകൾ കാണിക്കുന്നത് എന്തിനാണ്? അല്ലല്ല, ഇന്നലെ ദൃശ്യമാധ്യമങ്ങൾ അടക്കം ഇത് പുറത്തുവിട്ടല്ലോ. അന്നേരം ഒന്നും നിങ്ങൾക്ക് ഈ വികാര പ്രകടനമില്ലല്ലോ. മാധ്യമങ്ങൾ അടക്കം രേഖ പുറത്തുവിട്ടപ്പോ നിങ്ങൾക്ക് വിഷമമില്ലല്ലോ. പാർട്ടി ചാനൽ അതല്ലേ? ഏത് ചാനൽ ആയിക്കോട്ടെ, പാർട്ടി ചാനലും നിങ്ങളും സർക്കാരും പോലീസും ചേർത്ത ഗൂഢാലോചന അതാണ്. അല്ലാതെ 10 കോൾ വിളിച്ചാലല്ല ഗൂഢാലോചന. അല്ല, നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കുമെങ്കിൽ അനുവദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സംസാരിക്കുക. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. താങ്കൾ പറയൂ. അതാണ് ഗൂഢാലോചന പറയായിരുന്നു ഞാൻ. അല്ല, ഇന്റർവ്യൂവിന്റെ ഭാഗമായി താങ്കൾ 5 മിനിറ്റ് പ്രസംഗിച്ചല്ലോ. അല്ല, പാർട്ടി ചാനലും അരുൺകുമാറും ഞാൻ ഈ ചർച്ചയിൽ തുടരണമെങ്കിൽ നിങ്ങൾ ഇടപെടരുത്. നിങ്ങൾ 5 മിനിറ്റ് പ്രസംഗിച്ചു ആദ്യം. ഞങ്ങൾ ആരും അതിൽ ഇടപെട്ടില്ല. നിങ്ങളുടെ ഇൻട്രോ, അതിനുശേഷം ചോദ്യവും ഉത്തരവും നിങ്ങൾ തന്നെ പറയരുത്. നിങ്ങൾ ഈ 10-20ഓളം കോളുകൾ 2 ദിവസമായി വിളിച്ചില്ല എന്ന് നിങ്ങൾക്ക് പരാതിയില്ല. കോൺഫറൻസ് കോൾ ഇട്ട് ഈ കേസിലെ 4 പ്രതികളുമായിട്ട് സംസാരിച്ചു എന്നതിൽ നിങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങൾ വിളിച്ചില്ല എന്ന് കേസില്ല. ചാറ്റുകൾ ഇല്ല എന്ന് ഞങ്ങൾ താങ്കൾ പച്ചക്കള്ളം പറയുകയാണ്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ധൈര്യമുണ്ടോ കോൺഫറൻസ് കോളിൽ? പറയട്ടെ മിസ്റ്റർ. അല്ല മിസ്റ്റർ, ഞാൻ പറയട്ടെ. പറയൂ. അല്ല, ഞാൻ പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ ഓരോ പറയാൻ അനുവദിക്കില്ല. പിന്നെ എന്ത് മര്യാദയുടെ ഇടഞ്ഞ ഞാൻ കൊമ്പനാ കൊമ്പൻ കൊലയില്ലാത്ത കൊമ്പൻ. നിങ്ങളുടെ കയ്യിലുണ്ട് ചാനൽ, നിങ്ങളാണ് ആങ്കർ, നിങ്ങളാണ് ചർച്ച നിയന്ത്രിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രസംഗിച്ചാൽ പോലെ. താങ്കൾ പറഞ്ഞോളൂ. പക്ഷേ ഒരു മാധ്യമപ്രവർത്തകയെ സൈബർ ലിങ്കിന് എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? ശരിയല്ലല്ലോ. ഞാൻ എന്ത് മര്യാദകേടാ കാണിച്ചത്? ഒരു ഞാൻ അങ്ങനെ പൂർത്തീകരിക്കുന്നില്ല. എന്ത് മര്യാദകേടാ കാണിച്ചതെന്ന് ഞാൻ പറയാം മര്യാദയോട്. ഒരു മാധ്യമപ്രവർത്തകയെ സൈബർ കാളികൂളി സംഘത്തിന്, ഹൂളിഗൻ സംഘത്തിന് വേട്ടക്കിട്ട് കൊടുത്തു ശ്രീ KS അരുൺകുമാർ. മര്യാദകേടാണ്. അത് ഞാൻ ഒരിക്കലും അതൊരു മര്യാദകേടല്ല. ഞാൻ പറയാം, സത്യസന്ധമായിട്ടുള്ള വരും. ഞാൻ എഴുതിയിരിക്കുന്ന വാചകം സത്യം സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണെന്നതാണ്. അതായത് ആ ഫോണിൽ നിന്ന് പോയ കോളുകളും അതിലേക്ക് വന്ന കോളുകളും ടൈം വെച്ച് എത്ര മിനിറ്റ് സംസാരിച്ചു എന്ന് വെച്ച് അത് ഇൻകമിംഗ് കോളാണോ ഔട്ട്കമിംഗ് കോളാണോ എന്ന കൃത്യമായി രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇട്ടത്. സത്യം തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. പറയൂ. ആ സത്യം നിങ്ങൾക്ക് ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൽ വെറുപ്പ് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ സത്യം അവിടെ നിന്നോട്ടെ. നിങ്ങളുടെ സാമർത്ഥ്യത്തെക്കാൾ വലുതാണ് ആ സത്യം. പിന്നെ ഞാൻ പറയാം, കേൾക്കാൻ നല്ല രസമുണ്ട്. മുഖ്യമന്ത്രിയുടെ റിവൈസ്ഡ് യാത്രാ ഡീറ്റെയിൽസ്, ആ റിവൈസ്ഡ് യാത്രാ ഡീറ്റെയിൽസ് പോയത് ഈ മാധ്യമ പ്രവർത്തകയുടെ ഫോണിൽ നിന്ന് അതിന്റെ 1-ാം പ്രതിക്ക് പോയിട്ടുണ്ട്. അത് ഇന്നലെ വെളിപ്പെടുത്താത്ത കാര്യമാണ്. എന്നിട്ട് അതായത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അവസാനത്തെ 10-12-2023 യാത്രാ ലിസ്റ്റ് ഈ മാധ്യമ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് പല വഴികളില്ലേ? പല വഴികൾ മൊത്തം മാധ്യമപ്രവർത്തകർക്ക് പോലീസ് കൊടുക്കുകയാണോ? നിങ്ങൾ ചോദിക്ക്. അങ്ങനെ പോലീസിന് പുറത്താക്കുന്നേ. അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നോക്കിക്കോളും. ഹാഷ്മി ചാനലിലെ ജഡ്ജിയല്ലേ, അല്ലാതെ പോലീസിന്റെ ജഡ്ജി അല്ലല്ലോ. പോലീസിനോട് ജഡ്ജി അല്ലല്ലോ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? മുഖ്യമന്ത്രിയുടെ എല്ലാ സുരക്ഷാ വഴികളും മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുകയാണെങ്കിൽ പോലീസിനോട് വേറെ പണിയെടുക്കാൻ പറയാം ശ്രീ അരുൺകുമാർ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.